സോ ഹായ് ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്നാണെങ്കിൽ രാവിലെ തന്നെ നമ്മുടെ മൈക്കിളാണെങ്കിൽ വിളിച്ച് ഏതാണെന്നും പറയാണ്ട് പെട്ടെന്ന് പോയിട്ട് ഒരു പ്രസിഡന്റ് നിങ്ങൾ കൊന്ന ഉറപ്പായിട്ടും നിനക്ക് ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നേരെ നമ്മൾ കൊല്ലാൻ പോവുകയാണ്. കാരണം നമ്മുടെ ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് എൻ്റെ അടുത്താണെങ്കിൽ ആകെ കണ്ടോ 2-3 ഹുഡീസേ ഉള്ളൂ, പിന്നെ 2 പാൻറ്റേ ഉള്ളൂ. ആൻഡ് ലാസ്റ്റായിട്ട് ഒരു ബൈക്ക് KTM ബൈക്ക്, അത് ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തെടുത്ത മേടിച്ച ഒരു ബൈക്കാണ്. അപ്പോൾ നമുക്ക് ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. അപ്പം നേരെ നമ്മൾ പോവാം. ഒരു പക്ഷേ ഈ ഒരു മിഷൻ നമ്മൾ സക്സസ്ഫുള്ളി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ലക്ഷറിയായ മാൻഷനും ഫോർച്യൂണറും BMW ഒക്കെ എടുക്കാം. എൻ്റെ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്ന മൈക്കിളാണെങ്കിൽ. സോ ഏതാണെന്ന് ഞാൻ പറയാം. അതായത് ഈ പുള്ളിക്കാരന് ഇല്ലീഗലായിട്ട് മൈക്കിൾ കാർ ഡീൽ ചെയ്യുന്നതൊക്കെ ഈ പുള്ളിക്കാരനെ അറിയാം. അപ്പോൾ ഉറപ്പായിട്ട് ഈ പുള്ളിക്കാരൻ്റെ ആദ്യത്തെ ടാർഗറ്റ് മൈക്കിളായിരിക്കും എന്നാണ് പുള്ളിക്കാരൻ്റെ പേടി. അപ്പോൾ നേരെ വായോ, നമ്മൾ നേരെ പോവാം. സോറി ഗൈസ്, ഇടയ്ക്ക് അതായത് സ്ക്രീൻ ഇച്ചിരി ബ്ലറായതുപോലെ ഒരു ഫീൽ ഉണ്ടാവും. ആൻഡ് ഇത് എഡിറ്റിംഗ് ഇഷ്യൂ ആയിരുന്നു. ഓക്കെ, സോ ഈ ഒരു വണ്ടി എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നു പറയുന്നത്, ഇതാണ് നമ്മുടെ KTMൻ്റെ RC390. ആൻഡ് അതിനു മുമ്പ് നമ്മൾ നേരെ പോയിട്ട് അമ്മൂനേഷനിൽ പോയിട്ട് നമുക്ക് ഗൺസ് പർച്ചേസ് ചെയ്യണം. എവിടെ അമ്മൂനേഷൻ? ഓക്കെ, സോ ഇവിടെ കൊടുക്കണം. ഇത് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നമുക്ക് പറയാം. എത്ര കിലോമീറ്ററാണ്? അറൗണ്ട് എനിക്ക് തോന്നുന്നു 3 മൈലാണെന്ന് തോന്നുന്നു. അല്ല, 1.25 മൈൽസേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ആദ്യം പോവാം. ഈ വണ്ടി എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നു പറയണേ, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണിത്, KTM RC390. സോ ഞാൻ സെക്കൻഡ്സിലാണ് എടുത്തത്, പക്ഷേ എക്സ്ട്രീം ലെവൽ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടിക്ക് എന്താ ഇങ്ങനത്തെ ഒരു ശബ്ദം? ഞാൻ അപ്പോഴേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ആരുടെ അടുത്തും വണ്ടി കൊടുക്കാറില്ലേ. സോ ഇന്നലെ ലമോറാണെങ്കിൽ വന്ന് നമ്മുടെ അടുത്ത് ബൈക്ക് ചോദിച്ചിട്ട് പോയി നേരെ വണ്ടി കടലിനകത്ത് കൊണ്ട് ഇറക്കിയിട്ട് വന്നാന്ന് തോന്നുന്നു. കാരണം അത്രയ്ക്ക് ശബ്ദം എന്താണെന്നറിയോ, ഈ വണ്ടിയുടെ എക്സോസ്റ്റിൽ ഓട്ടോറിക്ഷയുടെ ശബ്ദമാണ് കേൾക്കുന്നത്. ഓക്കെ, സോ നമ്മൾ എങ്ങനെയെങ്കിലും ഇപ്പോൾ സോ യെസ്, ഏകദേശം അടുത്തെത്താറായി. വണ്ടി അങ്ങനെ ഉണ്ട്, സീനല്ലേ. പക്ഷേ ഈ മിഷനൊക്കെ നമ്മൾ ചെയ്തിട്ട് ജീവനോടെ വരുമോ ഇല്ലെന്ന് അറിയത്തില്ല. സോ അങ്ങനെ ഫൈനലി ഇതാണ്ട് അമ്മുനേഷനിൽ വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ വന്നിട്ട് നമ്മൾ ഗൺസ് പർച്ചേസ് ചെയ്തതിന് ശേഷം ഈ ഡ്രസ്സ് നമ്മൾ ഊരിയിട്ടിട്ട് നമ്മൾ നേരെ പോയിട്ട് വീട്ടിൽ പോയിട്ട് വേറെ ഡ്രസ്സ് എടുക്കാം. കാരണം ഈ ഡ്രസ്സ് ഇനി വേണ്ട നമുക്ക്. സോ നമ്മൾ ആദ്യം നേരെ പോയിട്ട് അമ്മുനേഷൻസിനകത്ത് പോകട്ടെ. ഓക്കെ, സോ ഗൈസ്, അങ്ങനെ ഫൈനലി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഡ്രസ്സൊക്കെ ഊരി അവിടെ തന്നെ കളഞ്ഞിട്ട് വന്നു. ഇവിടെ വന്നിട്ട് നമ്മൾ ഡ്രസ്സ് മാറാം. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ തോന്നുന്നു. കാരണം ആ ഒരു ഗൺ സെയിൽസ്മാൻ നമ്മളെ ക്ലിയർ ആയിട്ട് കണ്ടിട്ടുണ്ട്. 1 മണിക്കൂറാണ് നമ്മുടെ അടുത്ത് സംസാരിച്ചത്. അപ്പോൾ പ്രസിഡൻ്റ് ആ ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ പിടിച്ചു കൊടുക്കും. അപ്പോൾ നേരെ നമ്മൾ ഓക്കെ, ഈ ഒരു ആഷ് കളർ ഹുഡിയും പിന്നെ ഒരു പാൻറ്റ്, ഇതൊരു ആഷ് കളർ പാൻറ്റും ഇട്ടിട്ട് നമുക്ക് നേരെ പോവാം. അപ്പോൾ എനിക്കറിയത്തില്ല, നല്ല സന്തോഷമുണ്ട് സെറ്റിൽമെൻ്റ് ആവുമെന്ന്. പക്ഷേ വേറൊരു സൈഡിൽ പേടിയെന്ന് പറയുകയാണെങ്കിൽ എന്താ നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു പേടിയും കൂടിയുണ്ട്. ബട്ട് എനിവേ, അതൊക്കെ പേടിയായിട്ടേ ഇരിക്കട്ടെ. ഓക്കെ, സോ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, വണ്ടി നല്ലോണം റേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് ഓക്കെ, സോ നമ്മളിപ്പോൾ എവിടെ പോവാം, ഏത് റൂട്ടിൽ കൂടി പോവാം? നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യട്ടെ. ഓക്കെ, സോ ഏകദേശം എനിക്ക് തോന്നുന്നു 3-4 മൈൽസ് ആണെന്ന് തോന്നുന്നു. സോ നമ്മൾ വെച്ച പിടി നല്ല സ്പീഡിലോട്ട് പോകാം. ഓക്കെ, സോ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മളാണെങ്കിൽ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വണ്ടി ഇടയ്ക്കിടയ്ക്ക് ചെറിയ പ്രശ്നങ്ങൾ കൊടുക്കുന്നുണ്ട്. പെട്രോൾ ഇല്ലാതെ പോലെയാണ് കാണിക്കുന്നത്. പെട്രോളൊക്കെ ഇന്നലെ ടാങ്ക് ഫുള്ള് അടിച്ചതാണല്ലോ. ഈ സന്തോഷത്തിൽ ആകെ ഉണ്ടായിരുന്ന പൈസ കൊണ്ട് ഫുള്ളായിട്ട് പെട്രോൾ ടാങ്ക് അടിച്ചു ഫുള്ള്. സോ ഇപ്പം നമ്മൾ നേരെ പോവാം. അയ്യോ, ഈ വഴിയാണെങ്കിൽ ഇനി കറങ്ങിക്കൊണ്ട് പോകണം. ഈ വഴിയല്ല, നമുക്ക് അറിയാണ്ട് വഴി മാറി വന്ന് ഗൈസ്. സോ ഗൈസ്, അങ്ങനെ ഫൈനലി ഇതാണ്ട് നമ്മൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിനകത്ത് എത്തി. അപ്പോൾ നിങ്ങൾ വിചാരിക്കാം നമ്മളെ അകത്ത് കയറ്റുമെന്ന്. യെസ്, നമ്മളെ അകത്ത് കയറ്റും. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് കൊറിയർ എടുക്കാറുണ്ട്. നമ്മൾ ആ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ നേരെ വന്ന് പോവാം. യാതൊരു പ്രശ്നമില്ല. സെക്യൂരിറ്റിക്കാരനൊക്കെ നമ്മളെ ഇഷ്ടംപോലെ അറിയാം, നമ്മളെ നല്ലോണം അറിയാം. ഓക്കെ, സോ അങ്ങനെ വന്നു, നേരെ പോവാം. കൺട്രോൾ കിട്ടുമോ? ഈ വണ്ടി എന്താ ബ്രേക്കും ഇങ്ങനെ ആയത്? ലാമറാണെങ്കിൽ അവൻ്റെ തലക്കിട്ട് വരണം, കൊട്ടണം. ഓക്കെ, ബ്രേക്ക് അടി. അയ്യോ, സോറി അങ്ങളെ എന്നെ അറിയാലേ, ഞാൻ ഫ്രാങ്ക്ലിനാ. അറിയാലേ. ഓക്കെ അങ്ങളെ, ഞാൻ അകത്ത് പോയിട്ട് 2 പാക്കേജ് എടുക്കാനുണ്ട്. എടുത്തിട്ട് വരാവേ. ഓക്കെ, സോ ഗൈസ്, പുള്ളിക്കാരനാണെങ്കിൽ നമുക്ക് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ അകത്ത് പോവാം. ആൻഡ് എനിക്കിപ്പോൾ ഭയങ്കര ഒരു ക്രേസിയാണ്. കാരണം അവിടെ എത്ര സെക്യൂരിറ്റീസ് ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഉണ്ടാവും തോന്നുന്നു, ഉറപ്പായിട്ടും ഉണ്ടാവും. Z+ സെക്യൂരിറ്റിയാണ് അവരുടെ അടുത്തുള്ളത് എന്നാണ് പറയുന്നത്. എൻ്റെ അമ്മോ, എത്ര പേരാടാ അത്! ഉറപ്പായിട്ടും
നമ്മൾ ഉറപ്പായിട്ടും ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ അവർ നമ്മളെ മസാല ഷവായാക്കും. അവരത് എനിക്ക് ഉറപ്പായിട്ടും അറിയാം. പക്ഷേ എങ്ങനെയെങ്കിലും ആർക്കും അറിയാണ്ട് ഒരു സീക്രറ്റായ ഒരു സ്പോട്ടിൽ പോയിട്ട് വേണം നമ്മൾ ഈ മിഷനൊക്കെ ചെയ്യുക. ഓക്കെ, സോ നമ്മളിവിടെ കറങ്ങി പോകാൻ കാരണം ബൈക്കിൻ്റെ ശബ്ദം ഇങ്ങനെ ആയത് കാരണം അവർക്ക് ഉറപ്പായിട്ടും കേട്ട് കാണത്തില്ല. എക്സോസ്റ്റ് ഒന്നും വെച്ചില്ല. വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നമായിപ്പോയേനെ. ഓക്കെ, ഞാൻ കയറട്ടെ ഇവിടെ. ഈ ഒരു സ്പോട്ട് കാരണം ഞാൻ ഇവിടെയാണ് കൊറിയർ എടുക്കാൻ വരുന്നത്. ഈ ഒരു സ്പോട്ട് കയറണമെന്ന് ഒത്തിരി നാളത്തെ ആഗ്രഹം. കയറി നോക്കാം, നമുക്ക് കറക്റ്റായ ഒരു ടൈം കിട്ടുമ്പോൾ ഉറപ്പായിട്ട് ഷൂട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, എനിവേ നമുക്ക് കയറി നോക്കാം. ഒന്ന് പെട്ടെന്ന് കയറടാ ഫ്രാങ്ക്ലിനെ. സോ ഗൈസ്, നെക്സ്റ്റ് ഏത് ടൈപ്പ് ഓഫ് വീഡിയോസ് ഇടുന്നത് മറക്കാതെ കമൻറ്റ് പറയണേ. ആൻഡ് നെക്സ്റ്റ് ഈ ഫുട്ബോളിനെ കുറിച്ച് അതിനെ ബേസ് ചെയ്തുള്ള വീഡിയോസ് വേണമെന്നും പറയണേ. എൻ്റെ ക്ലിയറായ ഒരു എന്തോ വ്യൂ കിട്ടി. അയ്യോ എടാ, ഇതാണ് Z+ സെക്യൂരിറ്റി. സോ ഗൈസ്, ഈ കാണുന്ന 3 പേരെയാണ്, അതായത് 2 ബോയിനെയും ഒരു ഗേളിനെയാണ് നമ്മളിന്ന് കില്ല് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ജസ്റ്റ് 3, 2, 1. എടാ കറക്റ്റ് എയിം വേ ഷൂട്ട് ചെയ്തു. ഇനി ഒരെണ്ണം കൂടി. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് there is only one. യെസ്. സോ ഇങ്ങനെ നമ്മൾ അറിയാണ്ട് അങ്ങോട്ട് താഴെ വീണിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ നമ്മൾ ഷവായ അയക്കും. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ചാടാം നമുക്ക്. ഓക്കെ, അയ്യോ എടാ പാരഷൂട്ട് എടുത്തില്ല. അയ്യോ കുഴപ്പമില്ല. എങ്ങനെയെങ്കിലും വണ്ടി എടുത്തിട്ട് നമ്മൾ പോകണം. ആരെങ്കിലും വരുന്നുണ്ടോ നോക്കട്ടെ. ഭയങ്കര ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ആരെങ്കിലും വരുന്നുണ്ടോ നോക്കട്ടെ. എൻ്റെ അമ്മോ. സോ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ നേരെ പോവാം, അത്രയേ ഉള്ളൂ. സോ അവിടെ പോയിട്ട് നമുക്ക് കാണാം. അയ്യോ എടാ, എല്ലാവരും നമ്മൾ ഷൂട്ട് ചെയ്യുക. എൻ്റെ പൊണ്ണണ്ണേ, ഷൂട്ട് ചെയ്യലേ. സോ ഗൈസ്, അങ്ങനെ ഫൈനലി അവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് വന്നിരിക്കുകയാണ്. ആൻഡ് ഇവിടെ നമ്മൾ എവിടെയെങ്കിലും മൗണ്ടെയിൻസിൻ്റെ മേത്ത് നമുക്ക് കയറാം. ആൻഡ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വേറൊരു കാര്യമുണ്ട്. മൈക്കിളാണെങ്കിൽ നമ്മൾ ഫോൺ ചെയ്തിട്ട് എടുക്കുന്ന പോലുമില്ല. ഉറപ്പായിട്ട് നമ്മൾ ഇച്ചിരി ദിവസം ഒളിവിലായിരിക്കണം. കാരണം പ്രസിഡൻറ്റിനെയാണ് നമ്മൾ കൊന്നിരിക്കുന്നത്. ആൻഡ് ഈ വീഡിയോ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയാണ്, വേറെ ഒന്നിനുമല്ല. ആൻഡ് നെക്സ്റ്റ് മെയിനായ ഒരു കാര്യം, ഒരുപക്ഷെ മൈക്കിൾ ഫോൺ എടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ട് മൈക്കിളിനെ നെക്സ്റ്റ് പോയിട്ട് കില്ല് ചെയ്യേണ്ട ഒരു ഇത് വരും എന്നാണ് തോന്നുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ ബൈ. നെക്സ്റ്റ് ഏത് വീഡിയോ ഇടണമെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബൈ ഗൈസ്.